ഇപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ മിലാനിൽ നിന്ന് വെനീസിലേക്കുള്ള ട്രെയിനിൽ കയറിയാണ്. അയ്യോ, നമ്മുടെ കാടും മലകളൊക്കെ കണ്ടത് ഇപ്പോൾ മാറി, സീൻ മൊത്തം മാറിയിട്ടോ. സെല്യൂഷനിട്ട് പോകുമ്പോൾ ഇവിടേക്ക് ആകെ സീൻ മൊത്തം മാറി. ഇനി സെന്റ് സ്റ്റേഷനാണ് കാണുന്നത്. മിലാനിൽ നിന്ന് വെനീസിലെത്തിയേക്കണ്ടോ. വെനീസിലെ ഗ്രാൻഡ് കനാലിലോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ എക്സ്പ്രസ് വേ എന്ന് പറയും. കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ അടുത്ത് നിന്ന് എറണാകുളത്ത് നിന്നപ്പോൾ ഇതാ ഇച്ചിരിയിലെ വെനീസിലേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണ സെൻറ്ററിലേക്ക് പോകുന്നത് എല്ലാവരും ബോട്ട് എടുത്ത പോകാറുള്ളത്. പക്ഷേ ഇന്നെന്തോ അൺഫോർച്ചുനേറ്റ്ലി ബോട്ടെല്ലാം സ്ട്രൈക്കാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ട്രീറ്റിൽ കൂടെ നമുക്ക് നടക്കണം. ഒരു 20 മിനിറ്റ്സ് നടന്നാലാണ് നമ്മൾ മെയിൻ സെൻറ്ററിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു റീസൺ കേട്ടോ ഇന്നത്തെ ബോട്ട് സ്ട്രൈക്കിൻ്റെയാണ്. ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ നടക്കണുണ്ടോ. അതായത് ഇവരെല്ലാ ബോട്ടും ഉണ്ട്, ഇവരിങ്ങനെ എന്തൊരു പൊസിഷൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ബോട്ടുകളൊന്നും ഇല്ലാത്തത്. ഒരു പാലങ്ങളുടെ ഒരു നഗരം എന്ന് വേണമെങ്കിൽ പറയാം. കനാലും പാലങ്ങളും മാത്രം, വേറെ വണ്ടികളൊന്നുമില്ല, കാറില്ല, സ്കൂട്ടറില്ല. വെനീസ് സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി വെനീസിലെ കഥകൾ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ നമ്മൾ ഒത്തിരി വായിച്ചിട്ടുണ്ട്. അന്ന് തുടങ്ങി മനസ്സിൽ കയറിയതാണ് വെനീസ് ഒന്ന് കാണണമെന്നുള്ളത്. നല്ല കിടിലൻ ഒരു പട്ടണം തന്നെയാണ് വെനീസ്, കണ്ടിരിക്കേണ്ട ഒരു നഗരം. ബാക്കിൽ കാണുന്നതാണ് റിയാൽട്ടോ ബ്രിഡ്ജ്. വളരെ ഫേമസ് ആയ ഒരു ബ്രിഡ്ജാണ് ഇവിടുത്തെ. നിങ്ങൾ മാർക്കോ സ്ക്വയറിലെത്തി. അപ്പോൾ എത്ര ദൂരം നടന്ന് അറിഞ്ഞൂടാ, ഇന്ന് ആ ബോട്ടില്ലാത്തതുകൊണ്ടേ. പക്ഷേ ഞങ്ങളെത്തി, ആ മാർക്കോ സ്ക്വയറിലെത്തിയേക്കണേ. വെനീസിലെ കനാലുകളിലൂടെയുള്ള യാത്രയാണ്. മിലാനിൽ നിന്ന് ഞങ്ങളൊരു ഡേ ട്രിപ്പായിട്ടാണ് വെനീസിലെത്തിയത്. പാലങ്ങളും കനാലുകളും മാത്രമുള്ള ഒരു നഗരം, റോഡുകളൊന്നുമില്ല.